Good morning, children. Let us continue with today's class. Okay. Last class we have studied about algebraic expressions. Okay. Expressions means the combination of variables and constants connected by addition, subtraction, multiplication and division. So we have studied the same. Then we have studied terms. What are meant by how to identify the terms? Terms are separated by plus or minus sign. Plus and minus sign വെച്ചിട്ടാണ് നമ്മൾ termsനെ separate ചെയ്യേണ്ടത്. Then we have studied the how to factorize each term of the expression. Okay. Again we are moving to same type ആണ്. Checkpoint question 2 ആണ്. A checkpoint 2 question they told you to identify the terms and write the factors of the terms using a tree diagram. Factor tree method already you have learned. Anyway, let us go through the same. First one, question number A. 18x plus 3y square. Teacher already told you plus or minus sign ആണ് terms നെ separate ആക്കുക. അപ്പോൾ ഈ പ്ലസ് വെച്ചിട്ട് നമുക്കിപ്പോൾ സെപ്പറേറ്റ് ചെയ്യാം. 18x എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും 3y സ്ക്വയർ എന്ന് പറയുന്നത് സെക്കൻഡ് ടേമുമാണ്. അപ്പോൾ ടീച്ചർ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. 18x ഫസ്റ്റ് ടേം, 3y സ്ക്വയർ സെക്കൻഡ് ടേം. ആൻഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് വാട്ട് ഐ ടോൾഡ് യു ഈസ് ഈ ന്യൂമറിക്കൽ പാർട്ട് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട. ഓക്കെ, യു നീഡ്ന്റ് വാണ്ട് ടു ഫാക്ടറൈസ് ദ ന്യൂമറിക്കൽ പാർട്ട്. ഓൺലി യു ഹാവ് ടു ഫാക്ടറൈസ് ദ വാരിയബിൾ പാർട്ട് മാത്രം ഫാക്ടറൈസ് ചെയ്താൽ മതി. സോ 18 ഹാസ് നോ ചേഞ്ച് ആട്ടോ. ആക്ച്വലി ഫാക്ടറൈസേഷനിൽ നമ്മൾ പഠിച്ചത് 18 as the product of prime numbers എന്നാണ് അല്ലേ. ബട്ട് ഹിയർ നത്തിങ് നീഡഡ്. നമ്പർ യു നീഡ്ന്റ് വാണ്ട് ടു ഡു എനിത്തിങ്, വാണ്ട് ടു ഫോളോ പ്രോപ്പർ സൈൻ ആണ്. ഹിയർ ബോത്ത് ദ സൈൻസ് ആർ പ്ലസ് ആയതുകൊണ്ട് നോ പ്രോബ്ലം അറൈസസ്. അപ്പോൾ ടീച്ചർ 18xനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 18 ഇൻറ്റു എക്സ് എന്നുള്ള ഫോർമാറ്റിലേക്ക്. ഇപ്പം രണ്ട് ബ്രാഞ്ചസ് ആയി അല്ലേ. ഫസ്റ്റ് ബ്രാഞ്ച് 18, നെക്സ്റ്റ് എക്സ് വൈ ഫിനിഷ്ഡ് ആയി. നെക്സ്റ്റ് 3y സ്ക്വയർ എന്നാണ് ടീച്ചർ പറയുന്നത്. നമ്പർ യു കാൺ ഡു എനിത്തിങ്, 3 തന്നെ എഴുതിക്കോളൂ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് y സ്ക്വയർ? y പവർ 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ y ബൈ ഇറ്റ്സെൽഫ് 2 ടൈംസ് ആണ്. y കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഹൗ മെനി ടൈംസ് ആ? 2 ടൈംസ് ആണ്. അപ്പോൾ 3y എന്ന് വരും അല്ലേ. 3 ബ്രാഞ്ചസ് ഇവിടെ വന്നു, കംപ്ലീറ്റഡ് ആയി. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ നെഗറ്റീവ് 21a മൈനസ് 3a ക്യൂബ് പ്ലസ് എ സ്ക്വയർ ബി എന്നാണ് അല്ലേ. അപ്പോൾ ടീച്ചർ ആൾറെഡി പറഞ്ഞു പ്ലസ് ഓർ മൈനസ് സൈൻ വെച്ചിട്ടാണ് ടേംസ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടേം ഉള്ളത് നെഗറ്റീവ് 21a മുതൽ ടീച്ചർ നെഗറ്റീവ് 21a ഫസ്റ്റ് ടേം ആക്കി. സെക്കൻഡ് ടേം യു ഹാവ് ടു കൺസിഡർ നെഗറ്റീവ് സൈനും കൂടെ എടുത്തിട്ട് വേണം എടുക്കാൻ. നെഗറ്റീവ് 3a ക്യൂബ് ആണ് സെക്കൻഡ് ടേം. തേർഡ് ടേം എ സ്ക്വയർ ബി എന്നാണ്. ഫിനിഷ്ഡ് ആയി അല്ലേ. നൗ ലെറ്റ് us try to write the factorization of these numbers. Negative 21 teacher already told you negative 21 you needn't want to do anything. Negative 21 itself ആണ്. a itself. Here it is negative 3a cube ആണ്. Negative 3 has no change ആണ്. What is the word meaning? a power 3. What does it mean? a into a. a is multiplied by itself 3 times എന്നുള്ളതിൻ്റെ മീനിങ് ആണ് a power 3 എന്നുള്ളത്. അപ്പോൾ അതും എഴുതി കഴിഞ്ഞു. a സ്ക്വയർ b എന്ന് പറഞ്ഞാൽ a into b എന്നാണ്. അപ്പോൾ ദാറ്റ് ഈസ് ആൾസോ ഫിനിഷ്ഡ് ആണ്. ഹാവിങ് എനി ഡൗട്ട് അപ് ടു ദിസ്? നൗ ലെറ്റ് us മൂവ് ടു സി. ടീച്ചർ ഈസ് അഡ്ജസ്റ്റഡ് ഹിയർ. ഇറ്റ് ഈസ് റീഡ് ആസ് 6l ആണ് പ്ലസ് 51m ആട്ടോ. 5lm അല്ല, 51m ആണ്. മൈനസ് 3ml എന്നാണ്. അപ്പോൾ 3 ടേംസ് ആണ് ഇവിടെ. 6l എന്നുള്ള ഒരു ടേം, ഒരു പ്ലസ് സൈൻ വന്നതുകൊണ്ട് 51m സെക്കൻഡ് ടേം ആയി. ഇവിടെ ഒരു മൈനസ് സൈൻ വന്നതുകൊണ്ട് മൈനസ് 3ml അവർ തേർഡ് ടേം പോയി. 6l വെരി ക്ലിയർ അല്ലേ. 6ഉം l. 51m എന്നുള്ളതോ 51ഉം m അതും ക്ലിയർ ആണ്. മൈനസ് 3ml എന്ന് പറയുമ്പോൾ മൈനസ് 3 ഫസ്റ്റ് ബ്രാഞ്ചും l നെക്സ്റ്റ്. അപ്പോൾ ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓൺലി ദർ ആർ 3 ക്വസ്റ്റ്യൻസ്. Now we are moving to next topic ആണ് coefficients. Okay, get the idea clearly, then only we can move to the other case. Coefficients is one of the important topic ആണ്. What is meant by coefficient? Coefficient എന്ന് പറഞ്ഞാൽ identify the term. Okay, identify the terms. Identification is very clear to you അല്ലേ. പ്ലസ് ഓർ മൈനസ് സൈൻ വെച്ചിട്ട് ഫസ്റ്റ് ടേം ആണോ, സെക്കൻഡ് ടേം ആണോ, തേർഡ് ടേം ആണോ, ഫോർത്ത് ടേം ആൾസോ will be there sometime. Okay, next we are moving to coefficient. Coefficient means the numerical part without
വാരിയബിൾസ് ആണ് അല്ലേ. ന്യൂമറിക്കൽ പാർട്ട് വിത്തൗട്ട് വാരിയബിൾസ് ഇൻ എ ടേം ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് എന്നാണ് അല്ലേ. നമ്മൾ ടേം വൈസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വാരിയബിൾസ് അവോയ്ഡ് ചെയ്തിട്ട് ന്യൂമറിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ മാത്രം എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, കോഎഫിഷ്യൻസ് എന്ന് പറയുക. ഓക്കെ, അത് രണ്ട് വിധത്തിലുണ്ട്. ലെറ്റ് us go through one example, then teacher will explain to you. For example, teacher has taken an expression of the form 3x square y plus 5x plus 3 എന്നും കൂടെ ഉണ്ടെന്ന് വെച്ചു. Suppose 3x square y plus 5x plus 3. അപ്പോൾ how many terms are there? 3 ആണ് അല്ലേ. 3x square y ഒരു ടേം, 5x സെക്കൻഡ് ടേം, 3 എന്നുള്ള കോൺസ്റ്റന്റ് ടേം ആണ് അല്ലേ. വാരിയബിൾസ് ഇല്ലാത്തവരെ നമുക്ക് എന്താ വിളിക്കാം, കോൺസ്റ്റന്റ് ടേംസ് ഉണ്ട്. അപ്പോൾ 3 ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ടീച്ചർക്ക് വേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്നാണെങ്കിലോ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് ചോദിച്ചാൽ ഈ ടേമിനകത്ത് നിന്നും എക്സ് സ്ക്വയർ വരുന്ന ടേമിനെ സർക്കിൾ ചെയ്യുക. അപ്പോൾ ടീച്ചർ ആൾറെഡി ഇതാ സർക്കിൾ ചെയ്തിട്ടുണ്ട്. 3x square y എന്നുള്ളതിന് മാത്രമാണ് എന്ത് വരുന്നത്, എക്സ് സ്ക്വയർ വരുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ എന്താ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് ചോദിച്ചാൽ എക്സെപ്റ്റ് എക്സ് സ്ക്വയർ വാട്ട് ഈസ് റിമൈനിങ് ദർ എന്നാണ്. ഇവിടെ എക്സ് സ്ക്വയർ കളഞ്ഞാൽ ബാക്കി എത്രയും നമുക്ക് ഉണ്ടാവുക, 3y കൂടെ ഉണ്ടാവും. ഓക്കെ, അതാ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ വാല്യൂ വിത്തൗട്ട് വാരിയബിൾ ഈസ് കാൾഡ് കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വാരിയബിൾ ഏതാ, എക്സ് സ്ക്വയർ മാത്രമാണ് അല്ലേ. അപ്പൊ അവോയ്ഡ് എക്സ് സ്ക്വയർ റൈറ്റ് ദ റിമൈനിങ് നമ്പേഴ്സ് എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 3y എഴുതാം. അതാണ് കോഎഫിഷ്യന്റ് എന്നുള്ളത്. ഈ കോഎഫിഷ്യന്റിന്റെ മുന്നിൽ സപ്പോസ് ദർ ഇസ് എ വേർഡ് ഗിവൺ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഓഫ് ഫസ്റ്റ് ടേം എന്ന് ചോദിച്ചാലോ, ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഇത് തന്നെയാണ്, അണ്ടർലൈൻ സർക്കിൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൽ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ വാരിയബിൾസേ പാടില്ല, നമ്പർ എലോൺ എന്നാണ്. വാട്ട് ഈസ് ദ നമ്പർ എലോൺ, 3. ക്ലിയർ ടു യു. ഇനി സെക്കൻഡ് ടേം കൂടെ നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് ടേമിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എക്സ് ആണ് അല്ലേ. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സെപ്റ്റ് എക്സ് വാട്ട് ഈസ് റിമൈനിങ് ഹിയർ, 5 ആണ്. അപ്പൊ ടീച്ചർ 5 എഴുതി. ഇനി ഇവിടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ചോദിച്ചാലും ഏത് തന്നെയാണ്, 5 തന്നെയാണ്. ക്ലിയർ ടു ആൾ. Now let us move to some examples. That is your check point question number 3 ആണ്. Identify the coefficient of x ആണ്. ഏതാണ്, എക്സിന്റെ മാത്രം കോഎഫിഷ്യൻസ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് താഴെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിൽ നിന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 100x square y മൈനസ് 12x square പ്ലസ് 32xy എന്നുണ്ട്. അപ്പോൾ 1, 2, 3 ടേംസ് ഉണ്ട് അല്ലേ. ഇതിൽ എക്സ് ഇൻവോൾവ് ചെയ്യുന്ന ടേം ഏതാ, അത് മാത്രം സർക്കിൾ ചെയ്യൂ, 32xy-ലാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരൂ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് എക്സ് വാട്ട് ഈസ് റിമൈനിങ് ദർ, സൈന് പ്ലസ് ആണ്, പ്ലസ് തന്നെയാണ്. നമ്പർ 32 ആണ്, 32 ആണ്. എക്സെപ്റ്റ് എക്സ് എന്ന് പറയുമ്പോൾ ബാക്കി ഇവിടെ ആരും കൂടെ ഉണ്ട്, y കൂടെ ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ആൻസർ, 32y ആണ് അവർ ആൻസർ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു അവർ ബി ക്വസ്റ്റ്യൻ ആണ്. എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 ടേംസ് ആണ് ഇവിടെ. ആ 2 ടേംസിൽ നിന്നും കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് ടു റൗണ്ട് ഓഫ് ദ ടേം ഇൻവോൾവിങ് എക്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ എക്സ് വൈ സ്ക്വയർ ആണ് എടുത്തത്. സെക്കൻഡ് ടേമിൽ എക്സ് സ്ക്വയർ ആയതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ നോക്കൂ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് എക്സ് വാട്ട് ഈസ് റിമൈനിങ് ദ വൈ സ്ക്വയർ ആണ്. അപ്പോൾ ടീച്ചർ വൈ സ്ക്വയർ എന്ന് എഴുതി. അവർ തേർഡ് ക്വസ്റ്റ്യനിൽ 5 + 12xy മൈനസ് വൈ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് വൈ ഉൾപ്പെടുന്ന ടേം എന്ന് പറയുമ്പോൾ ഈ മിഡിൽ ടേം ഈസ് ടു ബി സർക്കിൾഡ് എന്നാണ് അല്ലേ. അത് സർക്കിൾ ചെയ്തു. അതിൽ നിന്നും എക്സെപ്റ്റ് എക്സ് വാട്ട് ഈസ് റിമൈനിങ്, 12y. സോ 12y ഈസ് അവർ കോഎഫിഷ്യന്റ് ആണ്. Is it clear to all of you? Let us move to the other type. See, next we are moving to ഇത് important topic ആട്ടോ. Like and unlike terms ആണ് ഒരു സബ് ടോപ്പിക് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് നീഡഡ് ടു us to go forward എന്നാണ്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ആർ ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ് എന്നുള്ളത്. ഓക്കെ, ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നെക്സ്റ്റ് 2 ഓപ്പറേഷൻസ് ഈസ് പോസിബിൾ ഫോർ us, അതായത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻസ് ആണ്. ബിക്കോസ്
addition and subtractions are possible only with like terms ആണ്. Okay, when the terms are like, then only we can added or subtracted them എന്നാണ് rule. അപ്പോൾ അതുകൊണ്ട് you should get the idea clearly what is meant by like and unlike terms എന്നാണ്. അപ്പോൾ terms ആണെന്ന് മനസ്സിലായി അല്ലേ? what is meant by like terms? എന്തായിരിക്കും like terms? like terms എന്ന് പറഞ്ഞാൽ number you needn't want to care. Okay, numbers can be different, but variable part, look at the variable part. Variable part should be the same. Should be the same എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് വൈ അതുപോലെ എക്സ് വൈ ഇൻവോൾവ് അങ്ങനെയല്ല. എക്സ് വൈ വിത്ത് സെയിം പവേഴ്സ് നീഡഡ് എന്നാണ്. ഓക്കെ, എക്സും വൈയും ഇൻവോൾവ് ചെയ്താൽ പോരാ. പവർ ഓഫ് എക്സ് ആൻഡ് പവർ ഓഫ് വൈ ഷുഡ് ബി ദ സെയിം ത്രൂ ഔട്ട് ദ ടേംസ് ആണ്. എല്ലാ ടേമുകളിലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാരിയബിൾ എക്സ് ആൻഡ് വൈ ആണ്. നിങ്ങൾ തുടങ്ങിയതെങ്കിൽ എക്സ് വൈ തന്നെ ആയിരിക്കണം. പവറും എന്ത് തന്നെ ആയിരിക്കണം? സെയിം ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. Okay, they are called like terms. അപ്പോൾ like terms means that have the same variable with the same power ആണെങ്കിൽ we can call them like terms. For example, ടീച്ചർ x വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ 5x minus 3x 1/2x etc. ഇതൊക്കെ എന്താണ്? like terms ആണ്. നമ്പർ നോക്കണ്ട. നമ്പർ ക്യാൻ ബി നെഗറ്റീവ്, പോസിറ്റീവ്, സീറോ, whatever it is. സീറോ പറ്റില്ല, it will become സീറോ ഇതായിട്ട് മാറും, കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ സീറോ എക്സെപ്റ്റ് സീറോ റിമൈനിങ് ഓൾ ഇൻഡിജേഴ്സ് ആർ പോസിബിൾ ആണ്. 1/2 ഫ്രാക്ഷൻ ആവാം, റാഷണൽസ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷേ കണ്ടീഷൻ എന്താ? ഇവിടെ നിങ്ങൾ എക്സ് ആണ് എടുത്തതെങ്കിൽ ഇതിന്റെ പവർ എന്താ? സിംപ്ലി എക്സ് മീൻസ് പവർ 1 ആണ്. ഒരു എക്സ് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എന്ത് തന്നെയാണ്? 1x പവർ 1 ആണ്. ഇവിടെയും പവർ 1 ആണ്. ഓർ എക്സ് വൈ ആണ് എടുക്കുന്നതെങ്കിൽ 20xy എന്ന് എഴുതാം, 2yx എന്ന് എഴുതാം. ഓർഡർ ചേഞ്ച് ചെയ്യാം, നോ പ്രോബ്ലം കേട്ടോ. കാരണം എക്സ് വൈ എന്ന് എഴുതിയാലും yx എന്ന് എഴുതിയാലും സെയിം തന്നെയാണത്. നെക്സ്റ്റ് വൺ -5xy എക്സെട്ര ആർ ഓൾ എന്താണ്? ലൈക്ക് ടേംസ് ആണ്. ക്ലിയർ ടു യു? അപ്പൊ സെയിം വാരിയബിൾ പാർട്ട് ആയിരിക്കണം, വിത്ത് സെയിം പവേഴ്സ് ഓഫ് വാരിയബിൾസും നീഡഡ് ആണ് അല്ലേ? എല്ലാത്തിലും പവേഴ്സ് സെയിം ആയിട്ട് വരും. ക്ലിയർ? അൺലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്തായിരിക്കും ജസ്റ്റ് ഓപ്പോസിറ്റ്? ഡിഫറെന്റ് ആൾജിബ്രായിക് ഫാക്ടേഴ്സ് വരാം അല്ലേ? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. 5x² + 2x + 3. ഇത് തന്നെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഇതാ അൺലൈക്ക് ടേംസ് ആണ്. നോക്കൂ, ആദ്യത്തെ ടേം 5x² ആണ്, രണ്ടാമത്തെ ടേം 2x ആണ്, മൂന്നാമത്തെ ടേം എന്താണ്? 3 അല്ലേ? 3 ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് അല്ലേ? ഫാക്ടർ ഓഫ് ടേംസ് ആണ്. 3 ഡിഫറെന്റ് ടേംസ് ഇൻവോൾവിംഗ് ഡിഫറെന്റ് ആൾജിബ്രായിക് ഫാക്ടേഴ്സ് ആണ്. ഇവിടെ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് x × x ആണ്. ഇവിടെ x മാത്രമാണ്. ഇവിടെ അല്ലേ x പവർ 0 എന്നാണ്. 0 variable is used എന്നാണ്. Clear to all? Having any other doubt? Is it clear to all? Sure ആണോ? Okay. Next we are moving to the another case. Now we are moving to checkpoint 4 question ആട്ടോ. 4 like terms of 20AB. 20AB യുടെ 4 like terms എഴുതണം അല്ലേ? അപ്പോൾ like terms ആവാനുള്ള കണ്ടീഷൻസ് എന്താ? വേരിയബിൾ സെയിം വേരിയബിൾസ് വിത്ത് സെയിം പവർ നീഡഡ് എന്നാണ് അല്ലേ? നമ്പർ യു ക്യാൻ ചേഞ്ച്. അപ്പോൾ ടീച്ചർ -1AB എന്ന് എഴുതി. ഒരു ലൈക്ക് ടേം ആയില്ലേ? -5/2AB. അടുത്ത ലൈക്ക് ടേം ആയില്ലേ? നെക്സ്റ്റ് വൺ 3AB. തേർഡ് വണ്ണും ആയില്ലേ? വൺ മോർ യു നീഡഡ്. let it be -6AB. ഫിനിഷ്ഡ് ആയി. വാരിയബിൾ പാർട്ട് മാത്രം സെയിം ആയിട്ട് റിപ്പീറ്റഡ് ആവണം. ദാറ്റ് ഈസ് നോൺ ആസ് ലൈക്ക് ടേംസ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫൈ ദ ടേംസ്. ക്ലാസിഫൈ ചെയ്യണം. പെയർ ഓഫ് ടേംസ് ഈസ് ഗിവൺ ടു യു. ക്ലാസിഫൈ ദം ആസ് ലൈക്ക് ഓർ അൺലൈക്ക് എന്നാണ്. ഫസ്റ്റ് വൺ നോക്കൂ, -7 -3. ബോത്ത് ആർ കോൺസ്റ്റന്റ് ടേംസ് ആണ് അല്ലേ? ഒരു വാരിയബിൾ പാർട്ട് തന്നെ ഇല്ല. So which type of terms are they? Both are constants nalle. Appo like they are like we can add them and we can subtract them. So next one 37 നോക്കണ്ട, നമ്പർ നോക്കണ്ട, ലീവ് ചെയ്യാം. വേരിയബിൾ പാർട്ട് നോക്കൂ, x² xy². ആർ ദേ സെയിം? അല്ല. ഇവിടെ എക്സിന്റെ പവർ 2 ആണ്, ഇവിടെ പവർ 1 ആണ്. അപ്പൊ തന്നെ അത് എന്തായിട്ട് മാറി? അൺലൈക്ക് ആയിട്ട് മാറി. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ 3y and y³ എന്നാണ്. ഇവിടെ y എന്ന് പറഞ്ഞാൽ പവർ 1 എന്നാണ് മീനിങ്. y പവർ 3 എന്ന് പറഞ്ഞാൽ പവർ 3 ആണ്. ആർ ദേ സെയിം? പവർ സെയിം ആണോ? നോ. സോ വാട്ട് കൈൻഡ് ഓഫ് ടേംസ് ആർ ദേ? അൺലൈക്ക്. ബട്ട് സീ ദിസ് വൺ, x³ y² z എന്നുണ്ട്. ഓർഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. y² z x³ നോ പ്രോബ്ലം ആണ് അല്ലേ? ടീച്ചർ ആൾറെഡി എക്സാമ്പിളിൽ പറഞ്ഞതാണ്.
പവർ ഓഫ് എക്സ് 3 ആണ്, എക്സ് 3 ആണ്. പവർ ഓഫ് വൈ 2 ആണ്, പവർ ഓഫ് വൈ 2 ആണ്. പവർ ഓഫ് സെഡ് 1 ആണ്, ഇവിടെ സെഡ് 1 ആണ്. സോ വി ക്യാൻ കൺസിഡർ ദിസ് ആസ് ലൈക്ക് ടേംസ്. ക്ലിയർ ടു യു? നെക്സ്റ്റ് വി ആർ മൂവിങ് ടു classification according to term. Next we are moving to classification of the expressions, algebraic expressions ആണ്, according to the terms ആണ് അല്ലേ, according to the number of terms വെച്ചിട്ടാണ്. If the expression has only one term ഉള്ളുവെങ്കിൽ it is called a monomial എന്ന് വിളിക്കും. For example 5x ഒറ്റ ടേമേ ഉള്ളൂ. എങ്ങനെ നമ്മൾ ടേംസ് ഐഡന്റിഫൈ ചെയ്യാം? യൂസിങ് പ്ലസ് ഓർ മൈനസ് സൈൻ ആണ്. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഒന്നുമില്ല. ഓക്കെ, മൈനസ് സൈൻ ഉണ്ടെങ്കിലും നമ്പർ മാത്രം കേട്ടോ, ഒറ്റ ഒരെണ്ണേ ഉള്ളുവെങ്കിൽ മോണോമിയലാണ്. 7xy മോണോമിയലാണ്. 32x² മോണോമിയലാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട ടീച്ചർ പ്ലസ് ഓർ മൈനസ് സൈൻ ഇല്ലേ ചോദിച്ചു. നെഗറ്റീവ് 5x ആണെങ്കിലും അത് എന്ത് തന്നെയാണ്? മോണോമിയൽ മാത്രമാണ്. ഓക്കെ, അതിന്റെ മുന്നിലോ ആഫ്റ്റർ ദ ടേമോ നത്തിങ് ഈസ് ദ. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി മോണോമിയൽ. അപ്പോൾ നെഗറ്റീവ് 5x എന്ന് പറയുന്നത് മോണോമിയൽ തന്നെയാണ്, എക്സാമ്പിൾ ആണ്. If there are two terms in the expression, then it is called binomial. By two എന്നുള്ള മീനിങ് കേട്ടോ. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ, മോണോമിയൽ. ദിസ് ഈസ് കോൾഡ് ബൈനോമിയൽ. എക്സാമ്പിളോ ഏതെങ്കിലും രണ്ട് ടേംസ് ഒക്കെ കണക്റ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ. 2a minus 3b ഒരു എക്സാമ്പിൾ. ഓർ 5xy plus 3 രണ്ടാമത്തെ എക്സാമ്പിൾ. ഫിനിഷ്ഡ് ആണ്. If there are three terms in the expression, then it is called a trinomial. നിങ്ങൾ എക്സാമ്പിൾ ചെയ്തു അല്ലേ, ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനോ അല്ല ടേംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഫാക്ടർ ട്രീ ഫോം ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ. സോ ദർ ആർ 3 ടേംസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിനൊക്കെ എന്ത് വിളിക്കാം? ട്രൈനോമിയൽസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ടീച്ചർ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ടെണ്ണം x³ plus 3x plus 2 മൂന്ന് ഡിഫറെൻറ്റ് ടേംസ് ആണ്. 5x², 2x, 3y. ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് എ ട്രൈനോമിയൽ. Okay, up to this any doubt? Let us move. Classification up to 3 terms we told. One term monomial, second 2 terms binomial, 3 terms trinomial. 4 or more terms coming, we can call them a general name that is called polynomial. So now onwards, instead of algebraic expression, we are going to use the name as polynomial. Polynomial. So all algebraic expressions polynomials are no. All algebraic expressions are not polynomials. Our polynomials are we should have a condition. What is our condition? Power of the variables should be a non-zero positive number. Zero allata positive number വരുമ്പോഴേ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? പോളിനോമിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ദ വാരിയബിൾ ഷുഡ് ബി നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. സോ ആൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് മേ നോട്ട് ബി പോളിനോമിയൽസ്. ഓക്കെ, if the algebraic expression should be a polynomial, then power of the variable should be positive integer ആയിരിക്കണം. പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കണം. ക്ലിയർ ടു യു? ഫോർ എക്സാമ്പിൾ പോളിനോമിയൽ ആവാൻ 4 or more എന്നല്ലേ ചോദിച്ചത്? x³ plus 3x² plus 2x plus 1. ഒരു സിംപ്ലി ടീച്ചർ ഒരു എക്സാമ്പിൾ എഴുതിയേ ഉള്ളൂ, പവർ റെഡ്യൂസ് ചെയ്തിട്ട് കേട്ടോ. പവർ ഓഫ് ദ വാരിയബിൾസ് ഷുഡ് ബി പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിലേ ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് കോൾഡ് പോളിനോമിയൽസ് എന്ന് പറയുള്ളൂ. ഓക്കെ, പവർ ആണ് നോക്കേണ്ടത്. പവർ ഓഫ് എക്സ് ഷുഡ് ബി പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കണം. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ മീൻസ് വെരി ഈസി ആണ്. The highest power of the variable involving in the equation in the expression ആണ്. ഓരോ ടേം ആയിട്ട് നോക്കി പോവുക. ഏത് ടേമിലാണോ ഡിഗ്രി വലുതായി തന്നിരിക്കുന്നത് ആ ഡിഗ്രിക്കാണ് നമ്മൾ എന്ത് പറയുക? ഡിഗ്രി ഓഫ് ദ പവറിനാണ് എന്ത് പറയുക? ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഇപ്പോൾ ഇവിടെ മുകളിൽ നോക്കൂ. ഫസ്റ്റ് ടേമിൽ പവർ 3, സെക്കൻഡ് ടേമിൽ 2, തേർഡ് ടേമിൽ 1, ഫോർത്ത് ടേമിൽ 0. ഹയസ്റ്റ് പവർ ഏതാ? 3. And that 3 is called degree of the polynomial. So what is degree of the polynomial? Highest power of the variable involving in the expression is called degree of the polynomial. Complete till this. Thank you.